ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കൂടെ ഒരു ചില്ലി ഗാർലിക് മയണൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് മിക്സിയുടെ ജാറിന് കംപ്ലൈൻറ്റ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കണം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒറിഗാനോയാണ് ചേർക്കേണ്ടത്, അതില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നു മാത്രം. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ അര കിലോ ചിക്കന് ഞാൻ 3 ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് തന്നെ മതിയാവും. അപ്പോൾ ചിക്കനിൽ എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ ബ്രെഡ് അങ്ങ് വലിച്ചെടുത്തോളും. അതുകൊണ്ട് 3 ബ്രെഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ മൊത്തത്തിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 തവണയായിട്ട് അത് അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പാത്രത്തിലേക്ക് അരച്ച കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം. അത് 2 തവണയാണ് അരച്ചെടുത്തത്. ആദ്യത്തെ തവണ അരച്ചെടുത്താണ്. അപ്പോൾ നന്നായിട്ട് അരയാൻ വേണ്ടി നമ്മൾ 2 തവണ അരയ്ക്കേണ്ടി വരും. 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കേണ്ടി വരും. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആഡ് ചെയ്യണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാവൊക്കെ കുഴയ്ക്കത്തില്ലേ, ആ പരുവത്തിൽ അത് കുഴച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ആ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. കയ്യിൽ എണ്ണ തൂത്ത് കൊടുക്കാം, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പ്രസ് ചെയ്ത് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലോട്ടങ്ങ് മാറ്റുകയാണ്. കുറച്ച് വലിയ പാത്രം എടുക്കാൻ നോക്കണം. അപ്പം നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം. എല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ സ്ക്വയർ പീസസ് ആക്കി എടുക്കുകയാണ്. ഇത് പീസാക്കി വെച്ചിട്ട് നമുക്ക് ഉടനെ ഇതെടുക്കാൻ ഒക്കത്തില്ല. ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ ഒക്കത്തുള്ളൂ. എന്നാലേ ആ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രീസറിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പം ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓരോ പീസസായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ കനത്തിലെടുത്താൽ മതി. അപ്പം നമുക്ക് ചിക്കൻ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതിനാൽ എല്ലാം ഞാൻ ആ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടി മുട്ട എടുക്കാം. ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. നന്നായിട്ടത് അടിച്ചെടുക്കാം. അത് മാറ്റി വെക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിക്കത്തില്ലേ, അതേപോലെ. എന്നിട്ട് ബ്രെഡ് ക്രംസ് വേണം. അത് ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രെഡ് അങ്ങ് പൊടിച്ചെടുത്ത്, ഞാൻ വാങ്ങിച്ചെടുത്തതല്ല, കയ്യിലുള്ള ബ്രെഡ് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ. എന്നിട്ട് മുട്ടയും മുക്കിയിട്ട് ബ്രെഡിലും പൊതിഞ്ഞെടുത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ആദ്യം ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വറുക്കാൻ ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പം മൊത്തം അത് വറുക്കാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വറുക്കാൻ വേണ്ടെങ്കിൽ ഈ മുട്ടയിലും ബ്രെഡിലും മുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതങ്ങ് എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. 1 മാസത്തോളം നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് വറുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. എല്ലാം വറുക്കാൻ എടുക്കുന്നുണ്ട്. അപ്പം പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് വറുക്കാൻ എടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏത് എണ്ണയിലും നമുക്കിത് വറുത്തെടുക്കാം. സാധാരണ സൺഫ്ലവർ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇത് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് അല്ലല്ലോ. അപ്പം നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുക്കാൻ വെക്കാൻ. ഇത് പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പം ഞാനിത് രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പം ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് ഒരു വശം എല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മറുവശം കൂടെ നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനി എല്ലാം മാറ്റുകയാണേ. ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലോ മാറ്റാം. ന്യൂസ് പേപ്പറിൽ ഒരിക്കലും മാറ്റില്ല കേട്ടോ. ഇനി അടുത്ത ട്രിപ്പും കൂടെ ഞാനിത് വറുക്കാനിടുകയാണ്. ഇനി നമുക്ക് ഇത് മുക്കി കഴിക്കാൻ വേണ്ടി മയണൈസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർക്കുന്നത്. വെള്ള ചേർത്താൽ മതി, മഞ്ഞ ചേർക്കരുത്.
ഇപ്പോൾ 2 മുട്ടയുടെ വെള്ള ചേർക്കാം. ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളയും എടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഒരല്ലി വെളുത്തുള്ളി ഒരു അല്ലി മാത്രം ചേർത്താൽ മതി. ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും ചെറുത് മതി. വലിയ പച്ചമുളകാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ആദ്യം 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെയും ഓയിൽ ചേർക്കേണ്ടി വരും. ആദ്യം 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം മയോണൈസ്, നല്ല തിക്കായിട്ട് ഒഴുകി പോകാത്ത രീതിയിൽ തിക്കാക്കി എടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല മൊരിഞ്ഞ ചിക്കൻ നഗറ്റ്സും നമ്മുടെ ചില്ലി ഗാർലിക് മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ നഗറ്റ്സ് മയോണൈസും ഒക്കെ കഴിക്കാൻ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.